നമ്മൾ കാത്തിരുന്നതുപോലെ അനീഷ് കൊച്ചിയിൽ വന്നിറങ്ങിയപ്പോൾ തന്നെ പഞ്ചസാരയിൽ ഉറുമ്പ് നിറയും പോലെയാണ് ജനങ്ങളെല്ലാം കൂടെ പൊതിഞ്ഞത് കേട്ടോ. എല്ലാവരുടെയും സ്നേഹവും പരിഗണനയും കണ്ട് കണ്ണ് നിറഞ്ഞ ആ ഒരു നിമിഷമായിരുന്നു നമ്മുടെ അനീഷിന്. ശരിക്കും പറഞ്ഞാൽ എല്ലാവരും അനീഷാണ് ഏറ്റവും കൂടുതലും വിജയായിട്ട് ഒരു വിന്നറായിട്ട് നമ്മുടെ മനസ്സിലെല്ലാം ഉണ്ടായിരുന്നത്. പക്ഷേ അവിടെ എല്ലാം തകിടം മറിച്ചുകൊണ്ടാണ് അനുമോൾ കയറി വന്നത്. അതിലൊരാൾ പറയുന്നു, ചേട്ടാ ഞങ്ങളുടെ മനസ്സിൽ അനീഷ് തന്നെയാണ് എന്നും വിന്നർ എന്ന്. അത് കേട്ട് താങ്ക് യു സോ മച്ച് എന്ന് വളരെ സന്തോഷത്തോടെ പറയുകയാണ് നമ്മുടെ അനീഷ് കേട്ടോ. ഷാനവാസ് ഇറങ്ങിയോ എന്നൊരു ചോദ്യം ചോദിക്കുമ്പോൾ അവർ പറഞ്ഞിട്ട് ഞങ്ങൾ ഷാനവാസ് ഫാൻസാണ്, പക്ഷേ എന്നാലും അനീഷേട്ടനെ ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ്, ഞങ്ങളുടെ ഇക്കയുടെ ബെസ്റ്റ് ഫ്രണ്ട് അല്ലേ എന്നൊക്കെ അതിലൊരാൾ പറയുന്നുണ്ട് കേട്ടോ. ഷാനവാസ് ഇറങ്ങിയോ, ഞങ്ങൾ അവിടേക്ക് പോവുകയാണ്, പക്ഷേ അനീഷേട്ടനെ കണ്ടപ്പോൾ ഞങ്ങളിങ്ങനെ വന്നതാണ് എന്ന് പറയുന്നുണ്ട്. അപ്പം ബുക്കിനെ കുറിച്ച് ഒരു വാക്ക് പറയുമോ എന്ന് ചോദിച്ചപ്പോൾ തൻ്റെ ബുക്കിൻ്റെ പേര് പറയുന്നുണ്ട്. അത് 112 പേജാണെന്നും അത് എൻ്റെ ഒരു ഓർമ്മക്കുറിപ്പാണെന്നും എല്ലാവരും അത് കണ്ട് സപ്പോർട്ട് ചെയ്യണമെന്ന് ഞാൻ വിനീതമായിട്ട് അഭ്യർത്ഥിക്കുന്നു എന്നൊക്കെയാണ് നമ്മുടെ അനീഷ് പറയുന്നത് കേട്ടോ. പിന്നെ മൈജിയെക്കുറിച്ച് എന്തെങ്കിലും ഒരു 2 വാക്ക് പറയുമോ എന്ന് ചോദിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പം മൈജിയെക്കുറിച്ച് അനീഷ് പറയുന്നതെന്ന് പറഞ്ഞാൽ മൈജിയാണ് എപ്പോഴും എന്നെ സപ്പോർട്ട് ചെയ്തിരിക്കുന്നത്, മൈജിയോടുള്ള നന്ദിയും കടപ്പാടും ഞാൻ അറിയിക്കുകയാണ് ഈ ഒരു അവസരത്തിൽ എന്ന് പറയുന്നുണ്ട്. പിന്നെ അനീഷ് സംസാരിക്കുന്ന അനീഷിൻ്റേതായിട്ടുള്ള ഒരു ശൈലിയിലാണ് കേട്ടോ. അനീഷ് സാധാരണക്കാരുടെ ഒരു പ്രചോദനം കൂടിയാണ് എന്ന് ഒരാൾ പറഞ്ഞപ്പോൾ അതെ ഞാൻ സാധാരണക്കാരുടെ പ്രചോദനമാണ് എന്ന് അനീഷ് സ്വയം പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ അനീഷ് ഇങ്ങനെ പറയാം, അനീഷ് ഏട്ടാ മഞ്ഞ പെയിൻ്റ് അടിച്ച വീട്ടിൽ ഞങ്ങൾക്ക് വരാൻ പറ്റുമോ എന്ന് ഒരാൾ അതിനകത്തോട് ചോദിക്കുമ്പോൾ പറയുന്നുണ്ട്. അപ്പം കാറിലേക്ക് പുള്ളി കയറിയിരുന്നു. അതിനെന്താ എല്ലാവരും ഉറപ്പായിട്ടും വരണം, മഞ്ഞ പെയിൻ്റ് വീട്ടിൽ വരണമെന്ന് പറഞ്ഞു. അപ്പോൾ അതിനകത്ത് ഒരാളോട് ചോദിക്കുന്നു, എനിക്ക് ഷാനവാസിനെ ഒന്ന് കാണണമെന്നുണ്ട്, ഷാനവാസിനെ ഫോണിലൊന്ന് വിളിക്കാൻ പറ്റുമോ? അപ്പോൾ അതിന് ഒരാൾ പെട്ടെന്ന് ഫോൺ വിളിച്ച് കൊടുക്കുന്നു. അന്നേരം ഷാനവാസ് എത്തിയെന്ന് പറയുന്നുണ്ട്. 2 കിലോമീറ്റർ ഉണ്ട് എന്ന് പറഞ്ഞപ്പോൾ എന്നാൽ മാപ്പ് അയച്ച് തരാമെന്ന് പറഞ്ഞാൽ അത് വേണ്ട, അറിയാവുന്ന ഒരാൾ എൻ്റെ കൂടെ ഒന്ന് വരുമോ എന്ന് ചോദിച്ചാൽ അതിനെന്താ ഏട്ടാ സന്തോഷമേ ഉള്ളൂ എന്ന് പറഞ്ഞ് ഷാനവാസിൻ്റെ കൊണ്ടുപോകാൻ 2 കിലോമീറ്റർ ഉണ്ട് അവിടുന്ന് പോകാനായിട്ടെന്ന് പറഞ്ഞിട്ട് ഷാനവാസിനെ കാണിക്കാനായിട്ട് അവരെല്ലാവരും കൂടെ പോകുന്നു. ജസ്റ്റ് ഒന്ന് കണ്ടിട്ട് വരുത്തതേ ഉള്ളൂ, ബാക്കിയൊക്കെ പിന്നെ എന്ന് പറഞ്ഞ് അങ്ങനെ എല്ലാവരും കൂടെ യാത്രയാകുന്ന ഒരു രംഗമാണ് നമ്മൾ കാണുന്നത് കേട്ടോ. കാരണം എന്ത് പറഞ്ഞാലും നല്ലൊരു കോംബോ ആയിരുന്നു നമ്മുടെ അനീഷിൻ്റെയും ഷാനവാസിൻ്റെയും കോംബോ. ഇഷ്ടമുള്ളവരൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം. നമ്മുടെയൊക്കെ മനസ്സിൽ എന്നും അനീഷ് തന്നെയായിരിക്കും വിജയ് അല്ലേ? നിങ്ങളുടെ മനസ്സിലോ?